Screen, is it visible? All right. So, നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ആദ്യത്തെ ക്ലാസ് ആണ്. സോ ഞാൻ ആദ്യം ഒന്ന് ഫിസിക്കൽ കെമിസ്ട്രീനെ കുറിച്ചിട്ട് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയാം. നമുക്ക് വഴിയെ പോകുമ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, എന്റെ പേര് അങ്കിത എന്നാണ്. ഞാൻ ഫിസിക്കൽ കെമിസ്ട്രിയും അതുപോലെ തന്നെ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ കുറച്ച് ടോപ്പിക്സ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോ ജാം ഇനി എക്സാം നടക്കുന്നുണ്ടാവുക ഫെബ്രുവരിയിലായിരിക്കും, 2024 ഫെബ്രുവരി. എന്ന് വെച്ചാൽ നിയർലി യു ഹാവ് 300 ഡേയ്സ്. ഈ 300 ഡേയ്സിൽ നമുക്ക് നിങ്ങളുടെ ക്ലാസ്സസ് നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് കോളേജസിൽ പോകണം. ആൻഡ് ദെൻ അസൈൻമെന്റ്സ് ഉണ്ടാവും, ലാബ് ഉണ്ടാവും, പ്രൊജക്ട് ഉണ്ടാവും. ആൻഡ് ഇതിന്റെ കൂടെ നിങ്ങൾ ജാം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സോ ദർ ആർ ചാൻസസ് ദാറ്റ് നിങ്ങൾക്ക് ഇടയ്ക്ക് ക്ലാസ്സസ് മിസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബിക്കോസ് ഇടയിൽ എക്സാംസ് വരും, യൂണിവേഴ്സിറ്റി എക്സാംസ് വരും. സോ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ ഫ്രീക്വൻസി കുറയ്ക്കുമെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ കാണാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സാം ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇംപ്രൂവ്മെന്റിന്റെ എക്സാം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡേറ്റ് കിട്ടുമ്പോൾ തന്നെ ഞങ്ങളെ അറിയിക്കുക ദാറ്റ് ഇന്ന ദിവസം എക്സാം ആണ്. സോ ദാറ്റ് വി ക്യാൻ റെഡ്യൂസ് ദ നമ്പർ ഓഫ് ക്ലാസ്സസ്. ഓക്കെ, പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വൺസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലാസ് കേട്ടിട്ട് അങ്ങനെ അടച്ചു വെച്ച് പിന്നെ വൈകിട്ട് അടുത്ത ദിവസം അല്ലെങ്കിൽ 2 days കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്. അപ്പൊ അന്ന് നിങ്ങൾ നോട്ട് എടുത്തിട്ട് വായിക്കല്ല വേണ്ടത്, റിവൈസ് ഇറ്റ് whenever you have time. ഒരു 5 മിനിറ്റ്. കാരണം ഇപ്പോഴത്തെ ഒരു ലൈക്ക് ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് വീക്ക്ലി ഒരു ഫിസിക്കൽ, ഒരു ഓർഗാനിക് എന്ന ഒരു ഇൻഓർഗാനിക് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ഇന്നത്തെ ഫിസിക്കൽ ക്ലാസ് കഴിഞ്ഞ പിന്നെ അടുത്ത ആഴ്ചയാണ് ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ കാര്യങ്ങൾ മറന്നുപോകും, ഈവൻ ഇഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഇറ്റ് ഇസ്. മനസ്സിലാവുന്നില്ലേ? സോ വീക്കെൻഡിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത് എന്നുള്ളത് നിങ്ങൾ വായിച്ചു വെക്കണം. നൗ ഫോർ ദ ഫൈനൽ എക്സാം നിങ്ങൾക്ക് ഈ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ നോട്ട്സ് എന്ന് പറയുന്നത് കുറെ നോട്ട്സ് ഉണ്ടാവും. ബിക്കോസ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ എ കോമ്പറ്റേറ്റീവ് എക്സാം. ഈ പറയുന്ന തിയറി വാട്ട് വി ആർ ലേണിംഗ് അത് പഠിക്കാനുള്ള നേരം കിട്ടില്ല. തിയറി അല്ല നിങ്ങൾ ജാമിന് പഠിക്കേണ്ടത്. ഓക്കെ, അത് ആദ്യം തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. നിങ്ങൾ തിയറി അല്ല, എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിൽ ഒരു കളക്ഷൻ വേണം, ഞങ്ങളും തരും നിങ്ങൾക്ക്. സോ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കംപ്ലീറ്റ്ലി, അല്ലെങ്കിൽ ഒരു 85% അവർ ചോദിക്കുന്നത് പ്രോബ്ലംസ് ആണ്. ദാറ്റ് ഇസ്, നിങ്ങൾ തിയറി വീണ്ടും 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 നോട്ട്സ് വീണ്ടും വീണ്ടും വായിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ക്ലാസ് പഠിക്കുന്ന സമയത്ത് ലിസൺ ടു ദ ക്ലാസ്സസ്. ആ വീക്കെൻഡിൽ യു റിവൈസ് ദാറ്റ് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ആ നോട്ട്സ് വീണ്ടും വീണ്ടും വേണമെങ്കിൽ ആ അടുത്ത ആഴ്ചത്തെ വീക്ക്ലി ടെസ്റ്റിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ആ തിയറി നോട്ട്സ് വായിക്കാം. അതല്ലാതെ ബിഫോർ ദ എക്സാം യു വോണ്ട് ഹാവ് ടൈം ടു റീഡ് ദ തിയറി. കാരണം തിയറി വായിച്ച് ഇനി സമയം കണ്ടെത്തി തന്നെ വിചാരിക്കൂ. അപ്പൊ പ്രോബ്ലംസ് വായിക്കാൻ സമയം ഉണ്ടാവില്ല, ചെയ്യാൻ സമയം ഉണ്ടാവില്ല. പ്രോബ്ലംസ് ചെയ്യാതെ ജാം എക്സാം നമുക്ക് നല്ല റാങ്ക് കിട്ടാൻ പറ്റില്ല. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഡെയിലി നിങ്ങൾക്ക് എക്സാം ആണ് എന്നുള്ള ഒരു കാര്യം ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഡെയിലി ഫോർ ദ ഫസ്റ്റ് മന്ത്. Now today is 15th of March and 31st of March വരെ for the next 15 days ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും ജാമിന്റെ, 10 വേണ്ട 5 ഇരിക്കട്ടെ ആദ്യമായതുകൊണ്ട്, ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും ജാമിന്റെ ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻസ്, ജാമിന്റെ ക്വസ്റ്റ്യൻസ്. എങ്ങനെ നിങ്ങൾക്ക് ജാം ക്വസ്റ്റ്യൻസ് കിട്ടുക? ഒന്നെങ്കിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരാം, ഒന്നരാടം വെച്ചിട്ട് ട്രൈ ടു സോൾവ് ദാറ്റ്. അല്ലെങ്കിൽ നമുക്ക് ജാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വെബ്സൈറ്റിലുണ്ട്. എല്ലാം വേണ്ട, ഏത് നിങ്ങൾക്ക് പറ്റുന്നത് മാത്രം, നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ സെമിസ്റ്ററിൽ പഠിക്കുന്ന മാത്രം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മാത്രം, അങ്ങനത്തെ ഒരു 3-5 ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്തിനാ? സോ ദാറ്റ് യു സ്റ്റാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ മെത്തഡോളജി. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും ചോദിച്ചാൽ, യൂണിവേഴ്സിറ്റി എക്സാംസിന് എല്ലാം തിയറി ബേസ്ഡ് ആണ്. നിങ്ങൾ തിയറി, വാട്ട് ഇസ്, ഡിഫൈൻ, എക്സാമ്പിൾ, ഡിസ്ക്രൈബ്, ബ്രീഫ്ലി ഡിസ്ക്രൈബ്, ജസ്റ്റിഫൈ എന്നൊക്കെ പറഞ്ഞിട്ടാണ് യൂണിവേഴ്സിറ്റി എക്സാംസിന് വരുന്നത് അല്ലേ. ഇവിടെ അങ്ങനെയല്ല, അങ്ങനെ ചോദിക്കേയില്ല.
What we need is they'll give you a problem and we have to solve that. അപ്പോ നമ്മൾ തിയറി നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് അറിയണം. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. ഇനി ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമുക്ക് മെയിൻലി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, നൗ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2 ചാപ്റ്റർ ആണ്. ഒന്ന് തെർമോഡൈനാമിക്സ്, വെരി ഇമ്പോർട്ടന്റ്. തെർമോഡൈനാമിക്സിന്റെ ഉള്ളിൽ തന്നെ തെർമോ കെമിസ്ട്രി ഒക്കെ വരും. This is one chapter and another chapter is quantum mechanics. ഈ 2 ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വയറി, രണ്ടും കൂടെ ചേർത്തിട്ട് ചിലപ്പോൾ ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദിസ് ദ ഫസ്റ്റ് 2 ഏറ്റവും കൂടുതൽ. അതിനുശേഷം വരുന്ന ആൾക്കാരാണ് കെമിക്കൽ കൈനറ്റിക്സ്. നിങ്ങൾക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതൊന്നും നോട്ട് ചെയ്യണം എന്നില്ല. Then you have the chemical kinetics. അതിനുശേഷം ഇലക്ട്രോകെമിസ്ട്രി, അതുപോലെ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ തന്നെ യു ഹാവ് അയോണിക് ഇക്വിലിബ്രിയം, ഫേസ് ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം. ഇതാണ് അടുത്ത സെറ്റ്. ഓക്കെ, ആൻഡ് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നമുക്കുള്ളത് സോളിഡ് സ്റ്റേറ്റ്, യു ഹാവ് ഗേഷ്യസ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് റീസെന്റ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്, ആൻഡ് സർഫസ് കെമിസ്ട്രി. അപ്പോ ചുരുക്കി പറഞ്ഞ ഇങ്ങനെയാണ് ഈ പറയുന്ന ഫിസിക്കൽ കെമിസ്ട്രീന്റെ ഒരു ലേ ഔട്ട്. ഓക്കെ, അപ്പോ ദീസ് ആർ ദ ചാപ്റ്റേഴ്സ്. ഈ ഒരു കൊല്ലം നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിന്ന് പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന ടോപ്പിക്സും ഈ ടോപ്പിക്സിലുള്ള ക്വസ്റ്റ്യൻസുമാണ്. ഓക്കെ, സോ ഇനി അടുത്തൊരു കാര്യം, ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമ്മൾ പറഞ്ഞു തിയറി വേണ്ട പറഞ്ഞു അല്ലേ. പക്ഷേ ദ പ്രോബ്ലം ഇസ്, ഇപ്പൊ സപ്പോസ് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. സോളിഡ് സ്റ്റേറ്റിൽ തന്നെ ഒരു 20 to 25 ഇക്വേഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. Now, solid state is the ഏറ്റവും കുറവ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ അല്ലേ. അപ്പൊ അതിന് തന്നെ 25 ഇക്വേഷൻസോളം ഉണ്ട്. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സിലും തെർമോഡൈനാമിക്സിലും അറ്റ്ലീസ്റ്റ് അതിന്റെ 3 ഇരട്ടി ഇക്വേഷൻസ് എങ്കിലും ഉണ്ടാവും. അപ്പൊ ഇക്വേഷൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ ഫസ്റ്റ് തിങ് ഇസ്, നിങ്ങൾ എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് നിങ്ങളുടെ നോട്ടിന്റെ കൂടെ നിങ്ങൾ എഴുതുന്ന ക്ലാസ് നോട്ട്സ് അത് ലെക്ചർ നോട്ട്സ് ആണ്. ലെക്ചർ നോട്ട്സ് കൂടാതെ യു ഷുഡ് ഹാവ് എ സ്മോൾ ബുക്ക്. ഒരു 100 പേജിന്റെ ബുക്ക് നിങ്ങൾ വാങ്ങണം. എന്തിനാണെന്നറിയോ? ഇക്വേഷൻസ് മാത്രം എഴുതാൻ. സോളിഡ് സ്റ്റേറ്റ് ടൈറ്റിൽ എഴുതുക, എന്നിട്ട് 1 എന്നിട്ടിട്ട് ഡി സ്പേസിംഗ് എന്താണ് ഇക്വേഷൻ, 2 എന്നിട്ടിട്ട് റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ആർ 3 ഇക്വേഷൻ വരും, 3 എന്നിട്ടിട്ട് പാക്കിംഗ് ഫ്രാക്ഷൻ 3 എണ്ണം വരും. അങ്ങനെ നിങ്ങൾ ഇക്വേഷൻ തിയറി ഒന്നും പാടില്ല, ഇക്വേഷൻസ് മാത്രം. ഞാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം എക്സാമ്പിൾ. അങ്ങനത്തെ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിൽ വേണം. കാരണം ആഫ്റ്റർ മേ ബി ഒരു 8 months കഴിയുമ്പോൾ വിൽ സ്റ്റാർട്ട് റിവിഷൻ. റിവിഷന്റെ സമയത്ത് നിങ്ങൾ ഈ ഇരുന്ന് നോട്ട് മുഴുവൻ ഇരുന്ന് വായിക്കരുത്. എന്ത് മാത്രമേ നിങ്ങൾ എക്സാമിന്റെ അന്ന് വരെ വായിക്കാൻ പാടുള്ളൂ? ഈ ഇക്വേഷൻസിന്റെ ബുക്ക്. ഒരു 200-300 ഇക്വേഷൻസ് ഉണ്ടാവും. ഇതൊക്കെ മനസ്സിലിരിക്കണ്ടേ? എങ്ങനെ ഇരിക്കുക? വെറുതെ വായിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വെറുതെ ബൈഹാർട്ടായിട്ടോ അതോ നമ്മൾ കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല. ആ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ കൂടെ അറിയണം അല്ലേ? സോ ആ ഇക്വേഷൻസ് എല്ലാം കമ്പൈൽ ചെയ്തിട്ട് ഒരു ബുക്കിൽ വേണം. 2, യു ഷുഡ് പ്രാക്ടീസ് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഇക്വേഷൻസ് കംപ്ലീറ്റ്ലി നമ്മുടെ മനസ്സിൽ പതിയുള്ളൂ. ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് ഇന്നത്തെ ക്ലാസ് ഇപ്പൊ ഇന്ന് നമ്മളൊരു 2 ഇക്വേഷൻസ് പഠിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾ അതൊന്നും തന്നെ അല്ലെങ്കിൽ ആ ഒരു വീക്കെൻഡിന് ആ പറയുന്ന എന്താ പറയാ ഫോർമുല ബുക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. 2 ഇക്വേഷൻസ് 2 ഇക്വേഷൻസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാം. ദിസ് ഇസ് എ സമ്മറി ഓഫ് വാട്ട് വി ഹാവ് ലേൺഡ് ഇൻ ദിസ് വീക്ക്. വീക്കിലി ചെയ്താൽ മതി. അടുത്ത ആഴ്ച നിങ്ങൾ വീണ്ടും ആഡ് ചെയ്യും അല്ലെ? നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച ചെയ്തതൊന്ന് മറച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോവും.
കേട്ടോ? സോ ദാറ്റ്സ് വാട്ട് യു ഹാവ് ടു ഡു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവർക്കും കമ്പൾസറി ആയിട്ട് നിങ്ങൾ അത് അവഗണിക്കരുത്, നിസ്സാരമെന്ന് കരുതരുത്, മനസ്സിൽ നിന്നോളും എന്ന് കരുതരുത്. നിക്കില്ല, തെറ്റും. കാരണം അത്രയും ഇക്വേഷൻസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഓക്കെ, സോ എല്ലാവരും അത് മേടിച്ചു വെക്കുക. എനി ഡൗട്ട്സ്? ഷാൽ വി സ്റ്റാർട്ട് ദ സെഷൻ? നമ്മൾ ഇന്ന് ശരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. വെരി സ്മോൾ ടോപ്പിക്. ഇൻ ഡീറ്റെയിൽ പറഞ്ഞു തരും. ബിക്കോസ് നിങ്ങൾ ഏത് സെഷൻ എടുത്താലും, കൈനറ്റിക്സിന്റെ സെഷൻ എടുത്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ തെർമോഡൈനാമിക്സോ അല്ലെങ്കിൽ ഇക്വിലിബ്രിയമോ, എല്ലാത്തിലും ഒരു ഇക്വേഷൻ ഉണ്ടാവും. ഓക്കെ, ആൻഡ് ആ ഇക്വേഷൻസിലെല്ലാം മോൾസിന്റെ ആവശ്യം വരും. All right, so that's what we have to learn. So this is the very basics of physical chemistry. എന്താണ് മോൾ എന്നുള്ളത്. Okay, shall we start? Any doubts? ആർക്കെങ്കിലും ഇതുവരെ പറഞ്ഞതിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? Is it clear? Okay. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇനി ജനറൽ ആയിട്ട് പറയാണ്, ഏത് ക്ലാസ്സിന്റെ ഇടയിൽ ഓക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്താണ് ഡൗട്ട് എന്നുള്ളത് അപ്പൊ തന്നെ ചോദിക്കാം. അത് എന്ത് പൊട്ടത്തരാണെങ്കിലും ശരി, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. നിങ്ങൾക്ക് അത് ചോദിക്കാം. ഞാൻ ചോദിക്കുന്നത് വിഡ്ഢിതരാണോ, അയ്യോ എന്തെങ്കിലും കരുതോ, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. തെറ്റ് പഠിച്ചു വെക്കുന്നത് ദാറ്റ് ഈസ് കാരണം നമ്മൾ ഒരു പക്ഷെ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണമായിരിക്കും നമ്മുടെ റാങ്ക് പോകുന്നുണ്ടാവുക. Okay, so never ever feel any inhibition in asking doubts. Freely ask doubts. കേട്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ 3 പേരുടെയും നമ്പർ വാട്സാപ്പിലുണ്ട്. എനി ടൈം യു ക്യാൻ മെസ്സേജ്, യു ക്യാൻ ലെറ്റ് us know anything. All right, shall we start? എന്തെങ്കിലും പറയാനുണ്ട്? Shall we? തുടങ്ങാം. അതാ കേൾക്കാൻ പറ്റുന്നുണ്ടോ? So we'll start. ഇതില് BSc കഴിഞ്ഞ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? Can you just unmute? BSc കഴിഞ്ഞിട്ട് ജാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാരെങ്കിലും? ഇല്ല. ഇതിൽ ട്യൂഷൻ എടുക്കുന്നവരാരെങ്കിലും ഉണ്ടോ? +1 +2? ഇല്ല. ഓക്കെ, ശരി. So let's start. Now, what we are going to learn today is about mole concept. ഇനി ഈ മോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിക്സ്ഡ് നമ്പർ. Okay, it's fixed number, and ഈ മോളിന്റെ it is a fixed number, and that number is called Avogadro number. Avogadro number എന്ന് വെച്ചാൽ 1 mole is equal to 1 Avogadro number. Okay, നിങ്ങളുടെ അടുത്ത് പറയാണ് that എന്റെ കയ്യിൽ I have 1 mole of, let's say എന്തെങ്കിലും 1 mole of boxes എന്ന് പറയാന്ന് വിചാരിക്കൂ. Or let's say I'm saying എന്റെ കയ്യിൽ ഒരു ബലൂൺ ഉണ്ട്. ആ ബലൂണിന്റെ ഉള്ളിൽ I have 1 mole of hydrogen gas. Okay, or let's say another person is saying that അവളുടെ കയ്യിൽ ഒരു വാട്ടർ സാമ്പിൾ ഉണ്ട്. ആ സാമ്പിളിന്റെ ഉള്ളിൽ 1 mole of mercury ions കണ്ടു, കണ്ടാമിനേഷൻ ആയിട്ട് കണ്ടു എന്നൊക്കെ പറയുകയാണെങ്കിൽ what does this 1 mole mean? ഈ 1 mole എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് അവഗാഡ്രോ നമ്പർ. ആൻഡ് ദാറ്റ് അവഗാഡ്രോ നമ്പറിനെ നമ്മൾ ജനറലി എഴുതുക NA ആയിട്ടാണ്. ദിസ് ഇസ് ദ ജനറൽ റെപ്രസെന്റേഷൻ. Okay, this is how we represent it. And what is that Avogadro number? Avogadro number is 6.022 into 10 to the power 23 of എന്ത് സാധനമാണെങ്കിലും. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ പറയുകയാണ് എന്റെ കയ്യിൽ 1 mole of boxes ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് മീൻസ് എന്റെ കയ്യിൽ 6.022 into 10 to the power 23 boxes ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ലെറ്റ്സ് സേ ഞാൻ പറയാണ് ഞാൻ ഫിൽ ചെയ്ത ബലൂണിൽ 1 mole of hydrogen gas ഉണ്ട് എന്ന് പറഞ്ഞാൽ what does that mean? It means 6.022 into 10 to the power 23. 1 mole of H2 ആണല്ലേ. അപ്പൊ 6.022 into 10 to the power 23 H2 gaseous molecules ഉണ്ട്.
അതുപോലെ നമ്മൾ ടെസ്റ്റ് ചെയ്ത വാട്ടർ സാമ്പിളിൽ കണ്ടാമിനേഷൻ ഉണ്ടായിരുന്നു മെർക്കുറി അയോൺസിന്റെ. എത്ര മോൾ? 1 മോൾ. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? 6.022 into 10 to the power 23 മെർക്കുറി അയോൺസ് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് 1 മോൾ. നമ്മൾ 1 സെഞ്ചുറി എന്നുള്ളത് 100 എന്നുള്ള പോലെ, 1 ഡെക്കേഡ് എന്നുള്ളത് 10 എന്നുള്ള പോലെ, ആൻഡ് ലെറ്റ്സ് സേ 1 ഡസൻ എന്ന് പറയുന്നത് 12 എന്നുള്ള പോലെ, 1 mole is also fixed. That is 6.022 into 10 to the power 23. Clear ആണോ? ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ഉള്ള ചാൻസ് എവിടെയാന്ന് ചോദിച്ചാൽ, ലെറ്റ്സ് സേ ഞാൻ പറയാണ് എന്റെ കയ്യിൽ 2 ബലൂൺ ഉണ്ട്. I have 2 balloons and I'm saying that in A I have 1 mole of hydrogen atoms. ഇതില് and ഇപ്പുറത്ത് ഞാൻ പറയാണ് in balloon B I have 1 mole of hydrogen gas. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, which will have more number of hydrogen atoms? Are they the same? അതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. ഇത് രണ്ടും ഒരേ സിസ്റ്റം ആണോ? Or is there a difference between A and B? Difference ഉണ്ട്. What is the difference? എയില് ഹൈഡ്രജൻ ആറ്റംസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 1 ആണ്. ബിയിൽ എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ ആറ്റംസ് ചേരുമ്പോഴേ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ആവുള്ളൂ. Correct. That is, ഇവിടെ 1 mole of hydrogen atoms ആണ്. എന്ന് വെച്ചാൽ here you have 6.022 into 10 to the power 23 H atoms. പക്ഷെ ഇവിടെ എന്താ? 6.022 into 10 to the power 23 H2 molecules ആണുള്ളത്. എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ എത്ര ആറ്റംസ് ഉണ്ട്? ബലൂൺ ബിയില് എന്തോ 2 ആറ്റംസ് ഉണ്ട്. that is, നോക്കൂ, each H2, ഒരു മോളിക്യൂൾ ഓഫ് H2 എന്ന് വെച്ചാൽ അതിൽ 2 ആറ്റംസ് ആണ്. കറക്റ്റ്? ഇവിടെ നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? 6.022 into 10 to the power 23 H2 molecules ഉണ്ട്. So 2, this is Na. Okay, so we have 2 Na hydrogen atoms. This is the main difference, and ഇവിടെയാണ് കുട്ടികൾ തെറ്റിക്കുന്നത്. Is this clear? 1 mole of anything എന്ന് പറഞ്ഞാൽ 1 mole of molecule എന്ന് വെച്ചാൽ Na molecules. 1 mole of atoms എന്ന് വെച്ചാൽ Na atoms. 1 mole of ions എന്ന് വെച്ചാൽ Na ions. Okay? Clear ആണോ? So now, okay, this fine. നമ്മൾ പറഞ്ഞു മോൾസിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് പറഞ്ഞു. Now, ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. മോൾ, മോളിക്യൂൾ. ഓക്കെ, ഈ രണ്ടെണ്ണവും they are not the same. കേട്ടോ? മോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്വാണ്ടിറ്റി, അതൊരു അളവാണ്. മോൾ, 1 മോൾ, MOL എന്ന് ഷോർട്ട് ഫോം ആയിട്ട് എഴുതും. മോളിക്യൂൾ എന്ന് വെച്ചാൽ ആറ്റംസ്, ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് എല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരു സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ തരട്ടെ. ജാമിൽ എങ്ങനെയാണ് ഇതേ സാധനം തന്നെ ജാമിൽ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് compare the number of electrons in 1 mole of Fe2 plus ions and 1 mole of Fe3 plus ions. Okay, question എഴുതിയെടുക്കൂ. We'll solve this together. Now, what is the question saying? Ion. Ion is, now, മെല്ലെ മെല്ലെ നിങ്ങൾ ഇൻഓർഗാനിക്കിന്റെ ക്ലാസ് തുടങ്ങുമ്പോൾ അത് സർ പറയുന്നുണ്ടാവും. ഹോൾ പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അയോൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ദാറ്റ് അതിന്റെ അറ്റോമിക് നമ്പർ 26 ആണ്. ആ ഒരു ലെവലിലേക്ക് എത്തും കേട്ടോ. ഒരു 1.5 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാണ് സിൽവർ 108, നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അത്
ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. സോ ഡോണ്ട് വറി. ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. അയോണിന്റെ അറ്റോമിക് നമ്പർ ഇസ് 26. അപ്പൊ നമ്മൾ ഇതിനെ ഫില്ല് ചെയ്യണം അല്ലെ? ഇലക്ട്രോണിക് വി ഹാവ് ടു ഫിൽ ദിസ് അയോൺ. നമ്മൾ എങ്ങനെയാ ഫില്ല് ചെയ്യുക? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d6. ശരിയല്ലേ? This is how it is filled. നമുക്ക് ഇതിനെ ഇപ്പുറത്തേക്ക് എഴുതാം. 3d6, 4s2. This is how it is. ശരിയല്ലേ? Now, അവര് ചോദിച്ചിട്ടുള്ളത് Fe2+ന്റെയും 3+ന്റെയും കമ്പാരിസൺ ആണ് അവര് ചോദിച്ചിട്ടുള്ളത്. സോ Fe2+ എന്ന് വെച്ചാൽ what does that mean? ഇലക്ട്രോൺ 2+ എന്ന് വെച്ചാൽ എന്താ? അതെ, 2 ഇലക്ട്രോൺസ് ഈ അയോണിൽ നിന്ന് പോയി. എവിടുന്നാ പോവാ? ഓൾവേസ് ഇലക്ട്രോൺസിനെ കളയുമ്പോൾ yes, always it will go from the outermost shell. Okay, എപ്പോഴും. സോ ഇവിടെ അയോൺ 2+, 2 ഇലക്ട്രോൺസിനെയാണ് നമുക്ക് കളയേണ്ടത്. സോ 4s നിന്ന് 2 ഇലക്ട്രോൺസ് പോകും. മനസ്സിലായില്ലേ? അപ്പൊ ആ 2 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇതൊക്കെ ഈ മേലെ എഴുതിയേക്കുന്നത് എന്താ? ഇതൊക്കെ ഇലക്ട്രോൺസിന്റെ എണ്ണാണ് അല്ലേ? അപ്പൊ 26 നിന്ന് 2 എണ്ണം പോയി. എത്ര? 24. 24 ഇലക്ട്രോൺസ് ആണ് 1 Fe2+ലുള്ളത്. 1 Fe2+. Okay, therefore 1 mole of Fe2+ will have how many electrons? ഒരു അയോൺ എടുക്കുമ്പോൾ, ഒരു Fe2+ എടുക്കുമ്പോൾ it has 24 electrons. ഇനി ചോദ്യം അവര് 1 mole of Fe2+ ചോദിച്ചിട്ടുള്ളത്. അപ്പോഴോ 24 into number. Yes, so the answer is 24 into 6.22 into 10 to the power 23. 3 electrons ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. Fe3+. Fe3+ എന്ന് വെച്ചാൽ Fe2+ നിന്ന് ഒരാളും കൂടെ പോയി. ഓക്കെ, ഒരാളും കൂടെ പോയി. എവിടുന്ന് പോവും? ഏറ്റവും ലാസ്റ്റിൽ നിന്ന്. So now you have 1s2, 2s2, 2p6, 3s2, 3p6, 3d5. എത്ര ഇലക്ട്രോൺസ് ഉള്ള? 23 ഇലക്ട്രോൺസ്. ശരിയല്ലേ? So now you have to find the number of electrons in 1 mole of Fe3+. എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 23 into Avogadro number of electrons ഉണ്ടാവും. Which is greater? Definitely 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് വലുത്. ശരിയല്ലേ? Okay, so this is one type of question that they can ask. Okay, now the next concept. Sradhikya, is this clear? Hope this is clear. Okay, now the next concept. മെല്ലെ മെല്ലെ ഇപ്പൊ സപ്പോസ് ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയുന്നതായിരിക്കും. വാട്ട് ഐ എം സേയിങ്, ഇറ്റ് മൈ ബി വെരി ബേസിക്സ്. പക്ഷേ ഏതെങ്കിലും ഒരു കുഞ്ഞു പോയിന്റിനെ നമുക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ലേൺ ദാറ്റ്. ഇഫ് യു നോ എവറിഥിങ്, വെരി ഗുഡ്, നോ പ്രോബ്ലം അറ്റ് ഓൾ. ബട്ട് ദെൻ അറിയാത്തവരും നമ്മുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് എല്ലാം കോമൺ ആയിട്ട് വെരി ബേസിക്സിൽ നിന്ന് തുടങ്ങിയിട്ട് വിൽ ഗോ ടു ദി അഡ്വാൻസ്ഡ്. ഓക്കെ, യെസ്. സോ ദ നെക്സ്റ്റ് തിങ് ഇസ് പറഞ്ഞുതരാം. ഹൗ ഡു യു ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ്? എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമ്പർ ഓഫ് മോൾസ്? സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ, ലെറ്റ്സ് സേ ഓക്സിജൻ. ഓക്സിജന്റെ മാസ് നിങ്ങൾക്ക് അറിയാം 16 AMU എന്ന് എഴുതി വെക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 60 അല്ലെങ്കിൽ വേണ്ട, ഹൈഡ്രജൻ എന്തെഴുതുക? 1 AMU. ഓക്കെ, നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ളത് എന്താ? കാർബൺ ആയിരിക്കും. 12 AMU. ദീസ് ആർ ഓൾ ദിയർ മാസസ്. ഇതൊക്കെ അവരുടെ മാസ് ആണ്.
ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ AMU എന്ന് പറഞ്ഞ സാധനം ഇറ്റ് ഈസ് ഇക്വലന്റ് ടു 1 AMU. 1 AMU is equivalent to 1 gram per mole. പറഞ്ഞു തരാം, ഇത് എഴുതിയെടുക്കൂ. 1 gram per mole. Okay, that is ഈ 16 AMU എന്ന് വെച്ചിട്ട് 16 grams per mole, or hydrogen എന്ന് വെച്ചാൽ it is 1 gram per mole, or carbon എന്ന് വെച്ചാൽ it is 12 grams per mole. Okay, എന്താ ഉദ്ദേശിക്കുന്നത് if you take 1 mole of O, അതിന്റെ വെയിറ്റ് കേട്ടോ, നിങ്ങൾ 1 mole of O എന്ന് വെച്ചാൽ എന്താ, അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് എടുത്തിട്ട് നിങ്ങൾ അതിനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വെയിറ്റ് 16 ഗ്രാംസ് ആയിരിക്കും. അതാണ് 16 gram per mole. മനസ്സിലാവുന്നുണ്ടോ? യൂണിറ്റ് വായിക്കാൻ അറിയണം, അതാണ് ഈ പറയുന്നത്. 16 gram per മോളിന്റെ അർത്ഥം എന്താന്നാ ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 1 mole of O2 എന്ന് വെച്ചാൽ എത്ര ആറ്റംസ് ഉണ്ടാവും? 2Na ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും. ശരിയല്ലേ? Na ആറ്റംസിന്റെ വെയിറ്റ് എടുത്തപ്പോ 16 ആണെങ്കിൽ 2Na വെയിറ്റ് എടുക്കുമ്പോൾ 32 gram ഉണ്ടാവും അവൻ. ഓക്കെ, വിച്ച് മീൻസ് നിങ്ങൾ ക്വസ്റ്റ്യനിലല്ല, നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും ലൈക്ക് അയോണിന്റെ 55-56 AMU. എന്താ അതിന്റെ അർത്ഥം? 1 mole of iron atoms എടുത്താൽ അതിന്റെ വെയിറ്റ് ആണ് അത് എഴുതിയിരിക്കുന്നത്. ഹീലിയം എത്രയാ? ഹൈഡ്രജൻ എന്തോ ഹീലിയം 4 അല്ലെ? ഹീലിയം അങ്ങനെയല്ല നമ്മൾ എഴുതുക. ഹീലിയം ഇങ്ങനെ താഴെ 2 ഇലക്ട്രോൺ, ടോട്ടൽ മാസ് 4. ഇതെന്താ ഇതിന്റെ അർത്ഥം? എന്താ? 1 mole of helium നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ വെയിറ്റ് 4 gram ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഹൗ വി അണ്ടർസ്റ്റാൻഡ് ദ യൂണിറ്റ്. അതിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് AMU എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാണ് ലൈക്ക് I have given 320 grams of O2. 320 grams O2 ഞാൻ മെഷർ ചെയ്ത് നിങ്ങൾക്ക് തരികയാണ്. വാട്ട് ഇസ് ദ നമ്പർ ഓഫ് മോൾസ്? എത്രയാ? എങ്ങനെ കിട്ടി? അത് GMM കൊണ്ട് ഡിവൈഡ് ചെയ്തു. 32 ഗ്രാമിന് 1 മോൾ ആണെങ്കിൽ 320 എന്തായിരിക്കും? 10 മോൾ. ശരിയല്ലേ? 10 മോൾ. ഓർ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ്, ഇത് നിങ്ങൾ ഫോർമുല ബുക്കിലേക്ക് എഴുതണം. നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു ഡിവൈഡ് ദ ഗിവൺ മാസ്. എത്രയാണോ മാസ്, വാട്ട് എവർ ദ വെയിറ്റ് ദാറ്റ് വി ഹാവ് ടേക്കൺ ഓർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള വെയിറ്റ് ഡിവൈഡഡ് ബൈ അതിന്റെ ഗ്രാം അറ്റോമിക് ഓർ റൈറ്റ് മോളിക്യുലർ മാസ്. Molecular mass. Okay. Can we do one question? Let's try one question. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. If the concept is clear, you can solve it. കേട്ടോ? ശരി, let's try. ചോദ്യം ഇതാണ്. How many atoms of oxygen are there in 16 grams of O2 molecule? Try. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുമിച്ച് ചെയ്യാം. ഫസ്റ്റ് ക്ലാസ്സിൽ we'll do that together. Let's say you have 1 mole of O2. എത്ര വെയിറ്റ്? എത്ര ഗ്രാം? 1 mole of O2 32 gram. 1 mole ആണെങ്കിൽ ഇവരവിടെ എത്ര തന്നേക്കണേ? 16 അല്ലെ? In the question they have given 16 grams എന്ന് വെച്ചാൽ what is the number of moles? 0.5. Correct, it is 0.5. അപ്പൊ നമ്മൾ number of moles of O2 കണ്ടുപിടിച്ചു അല്ലെ? 0.5 moles of O2. ഈ 0.5 moles of O2ല്
How many atoms are there എന്നുള്ളതാണ് ചോദ്യം. How many atoms are there? 1 mole ആണെങ്കിൽ Na, 0.5 ആണെങ്കിൽ 0.5 0.5 Na അല്ലേ? നോക്കൂ, ശ്രദ്ധിക്കണം, തെറ്റരുത്. 0.5 moles of O2 എന്ന് പറഞ്ഞാൽ it has 0.5 into Na O2 molecules. ശരിയല്ലേ? ചോദ്യം എത്ര മോളിക്യൂൾ ഉണ്ടെന്നാണോ? അല്ല, ചോദ്യം എന്താ, എത്ര ആറ്റംസ് ഉണ്ടെന്നാണ്. സോ വാട്ട് വിൽ യു ഡു? 0.5 Na മോളിക്യൂൾ ഉണ്ട്, ഒരു മോളിക്യൂളിൽ 2 ആറ്റം ഉണ്ട്. divided by 2 ചെയ്യും. ഇത്രയും ആറ്റംസ് Na ആറ്റംസ്. ഫൈനൽ ആൻസർ എന്താ? Na. Is it okay for all? ഞാനൊരു ക്വസ്റ്റ്യൻ തരട്ടെ. Can you try it on your own? Question number 3. ചോദ്യം ഇതാണ്. You have to find the total number of hydrogen atom, sulfur atom and oxygen atoms in. Okay. ആദ്യത്തെ ചെയ്യൂ. 196 gram of H2SO4. തനിയെ ചെയ്യൂ. ഞാനൊരു ഹിന്റ് തരാം കേട്ടോ. ഞാനൊരു ഹിന്റ് തരാം, ജസ്റ്റ് ഒന്ന് കേൾക്കൂ, എന്നിട്ട് നിങ്ങൾ ചെയ്തോളൂ. ഒരു മോളിക്യൂൾ ഓഫ് H2SO4 എടുക്കുകയാണെങ്കിൽ അതില് 2 ഹൈഡ്രജൻ, 1 സൾഫർ, 4 ഓക്സിജൻ ഉണ്ട് അല്ലേ? ഇവര് ചോദിച്ചിട്ടുള്ളത് 196 ഗ്രാമിൽ എത്ര ഉണ്ട് എന്നാണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് കാണും? യെസ്, യു ഹാവ് ടു ഫൈൻഡ് ദ ടോട്ടൽ മാസ്. ശരിയല്ലേ? സോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹൈഡ്രജന്റേത് 1 AMU, ഓക്സിജന്റേത് 16 AMU, സൾഫറിന്റേത് 32. കേട്ടോ? തനിയെ ചെയ്തേ. H2SO4 ടോട്ടൽ മാസ് എത്രയാ? മോളിക്യുലർ മാസ് എത്രയാ നോക്കൂ. Give me your answers in the comment box അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. എത്ര? 98. You got 98 AMU or 98 grams per mole. എന്ന് വെച്ചാൽ ഒരു മോളിന് 98. Now, ഇത് എത്ര മോൾസാ? Find the moles of H2SO4. Given mass is 196 grams. ഇനി ശ്രദ്ധിക്കുക എല്ലാവരും. എല്ലാവരും ശ്രദ്ധിക്കുക. This is how you have to do the problems. Given mass is 196 gram divided by total mass എത്ര? 98 grams per mole. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെയുള്ള ഗ്രാം വെട്ടിപ്പോവും. പെർ മോൾ മോളിലേക്ക് പോകുമ്പോൾ ഇറ്റ് ബിക്കംസ് 196 by 98 is 2. It becomes 2 moles. എപ്പോഴും നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ യൂണിറ്റ്സ് എഴുതിയിട്ടാണ് ചെയ്യാൻ പാടുള്ളൂ. Why? Because it might bring problems. ഇതൊക്കെ കുഞ്ഞു പ്രോബ്ലംസിനൊന്നല്ല, വലിയ എൻട്രോപ്പി മറ്റ് വലിയ സാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് യു ഷുഡ് പുട്ട് യൂണിറ്റ്സ്. ഇപ്പോഴേ ശീലാക്കുക. ഓക്കെ, സോ ഇറ്റ് ഇസ് 2 moles. ഓക്കെ, ഇനി 2 moles of H2SO4 ആണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, how many number of atoms? 1 mole you have Na, 2 moles you have 2 Na of H2, 2 Na of S, 2 Na of O4. എത്രയല്ലേ ഉള്ളത്?
നിങ്ങൾക്ക് ആറ്റംസിന്റെ എണ്ണാണ് കാണേണ്ടത് അല്ലേ? അപ്പൊ ഹൗ ക്യാൻ യു റെഡ്യൂസ് ദാറ്റ്? 2 ആറ്റംസ്. സോ 2 into 2 4Na. ഇവിടെ 1 തന്നെയാണ്, അപ്പൊ മാറ്റില്ല. 2Na. ഇവിടെ 4 എണ്ണാണ്. 4 into 2 8Na. Are you able to understand ഇത്ര ആറ്റംസ് ആണുള്ളത്? So the answers are 4Na, 2Na, 8Na. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? I can explain it once again. ഒരു ബുദ്ധിമുട്ടുമില്ല, എത്ര തവണ വേണമെങ്കിലും പറഞ്ഞു തരും. But then everyone should get the answer. Okay. Is it clear? ശരി. എങ്കിൽ നിങ്ങൾ തനിയെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യൂ. ലെറ്റ് മീ സി നിങ്ങൾക്ക് പറ്റുന്നത്. ദിസ് വാസ് എ അല്ലെ? ഇനി ഇതുപോലെ തന്നെ ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജന്റേത് തന്നെ നമ്പർ ഓഫ് ആറ്റംസ് കാണണം ഫോർ 5 moles ഓഫ് H2S2O8. തനിയെ ചെയ്തിട്ട് എത്ര എന്നാണെന്ന് പറഞ്ഞേ. എത്ര എന്നെ, എത്ര എന്നെ, എത്ര എന്നെ. Try it on your own. പറഞ്ഞേ. Try. വേറൊരു കാര്യം, തുറന്ന് സംസാരിക്കാൻ യു ഷുഡ് ലേൺ അറ്റ്ലീസ്റ്റ് ഫ്രം ദിസ് പ്ലാറ്റ്ഫോം കേട്ടോ. സാധാരണ നിങ്ങൾ ഡൗട്ട് ഒന്നും ചോദിക്കാതെ മിണ്ടാതിരിക്കുന്ന കൂട്ടത്തിലാണ് എന്നാണെങ്കിൽ യു ഷുഡ് ചേഞ്ച് ദാറ്റ്. ഓക്കെ, ദിസ് ഇസ് ദ. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ശീലം ഇല്ല എന്നാണെങ്കിൽ സ്റ്റാർട്ടഡ് ഫ്രം ഹിയർ. പൊട്ട തെറ്റാണെങ്കിലും കുഴപ്പമില്ല, കംപ്ലീറ്റ്ലി ഫൈൻ. ലേൺ, ദാറ്റ് ഇസ് എ സ്കിൽ. ഓക്കെ, ചോദിക്കുമ്പോൾ ഉത്തരം പറയുക എന്നുള്ളത് ഇറ്റ്സ് എ സ്കിൽ. അത് എവിടെ പോയാലും ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. ഓക്കെ, നിങ്ങൾ ആരും ഒരു സാധാരണ കോളേജിലോ അതിനൊന്നും ചെന്ന് പെടരുത്. യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു വെരി ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പൊ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ യു ഷുഡ് ഹാവ് ദാറ്റ് കറേജ് ടു സ്പീക്ക് അപ്പ്. തുറന്ന് ചോദിക്കാൻ. എന്താ മിസ്സേ അങ്ങനെ? അത് തെറ്റാന്ന് വിചാരിക്കണ്ട, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ഇപ്പൊ ഇവിടെ IIT-ല് മാഷന്മാരൊക്കെ വളരെ അവർക്കറിയാത്ത കാര്യങ്ങൾ അവരിങ്ങനെ കൈ റേസ് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ ചോദിക്കും നമ്മുടെ അടുത്ത്, മോളെ ഇങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. കാരണം അവർ ആ ഫീൽഡിലായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. സോ അത്രയും വലിയ പ്രൊഫസേഴ്സ് ഒക്കെ ഡൗട്ട് ചോദിക്കുന്നുണ്ടെന്നാണെങ്കിൽ നമുക്ക് ചോദിക്കുന്നതിന് എന്താ? ടോട്ടലി ഫൈൻ. ഒരു മടിയും വിചാരിക്കരുത് കേട്ടോ. വാട്ട് ഇസ് ദി ആൻസർ? 5 മോൾസിൽ എത്ര ഹൈഡ്രജൻ, എത്ര സൾഫർ, എത്ര ഓക്സിജൻ ഉണ്ട് എന്നാണ്. പറഞ്ഞേ സൂര്യ, പറഞ്ഞേ. സൂര്യ ഇത് പോക്കിമോൺ ക്യാരക്ടർ ആണോ? ആഷ് ആണോ അത്? അല്ല മിസ്, നരൂട്ടോ. സോറി, പറഞ്ഞോ മിസ്. 194 ആണോ? എന്ത് ഫൈനൽ ആൻസറോ? യെസ്. എങ്ങനെയാ ചെയ്തതെന്ന് പറഞ്ഞേ. ഹൈഡ്രജൻ 2 അല്ലേ? H2S2O8 മോൾസ് ആണ് നമുക്കുള്ളത് അല്ലെ? യെസ്. അപ്പൊ നെക്സ്റ്റ് വാട്ട് വിൽ വി ഡു? ഹൈഡ്രജന്റെ മാസ് 1 ആണ്, അപ്പൊ 2 എണ്ണുള്ളതുകൊണ്ട് 2 gram. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ. അപ്പൊ ഇവിടെ 2 എണ്ണാണുള്ളത്, അപ്പോ 2 gram പെർ മോൾ അല്ലേ? ഇവിടെ എത്ര മോൾസ് ഉണ്ട്? 5 moles. അപ്പോ 2 into 5 10 ആയില്ലേ? പക്ഷെ നമ്മൾ എന്തിനാ മാസിലേക്ക് പോകുന്നേ? മാസിലേക്ക് പോണോ? ഓൾറെഡി നമുക്ക് മോൾസ് ഇല്ലേ? 1 മോൾ എന്ന് പറയുന്നത്, സി യു ഹാവ് 1 mole. Okay, let's say you have 1 molecule of H2S2O8. ഒരു മോളിക്യൂൾ, ഒരെണ്ണം ആണുള്ളൂ മോളിക്യൂൾ കേട്ടോ. ഒരെണ്ണാണുള്ളൂ എങ്കിൽ ഇതിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? സൂര്യ, ഒരു മോളിക്യൂളിൽ എത്ര എണ്ണം ഉണ്ട്?
കറക്റ്റ് 2. എത്ര സൾഫർ ഉണ്ട്? 2. എത്ര ഓക്സിജൻ ഉണ്ട്? 8. ഒരു മോളിക്യൂൾ ആണെങ്കിൽ അല്ലെ, അപ്പൊ 5 moles of H2S2O8 എന്ന് പറഞ്ഞാൽ how many molecules is it? അത് ആദ്യം കണ്ടുപിടിക്കുക. മോളിക്യൂൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആറ്റംസ് കിട്ടില്ലേ? മോളിക്യൂൾസ് എത്ര മോളിക്യൂൾ? 5 moles എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 5 Na of മോളിക്യൂൾസ് എത്രയാ? 5 into Na molecule of H2S2O8. ഇനി നമ്മൾ എന്താ പറഞ്ഞേ? ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ 2 ആറ്റംസ്, 5 എണ്ണം എടുക്കുകയാണെങ്കിൽ 10 എണ്ണം. 5 Na എടുക്കുകയാണെങ്കിൽ ഹൗ മച്ച്? സൂര്യ, ഹൗ മച്ച്? മിസ് ഒന്നുകൂടെ പറയാൻ പറ്റുമോ? യെസ്, നോക്ക്, നമ്മള് ഒരു മോളിക്യൂൾ ആണ് എടുത്തുള്ളൂ എന്ന് വിചാരിക്കുക. ഒരെണ്ണത്തിന് ഒരു ഉറുമ്പിന് എടുക്കുന്ന പോലെ ഒരെണ്ണം മാത്രം എടുത്തു. അപ്പൊ ഒരു ഉറുമ്പിന് 2 കാല്, 2 കൈ, 2 കൊമ്പ് ഇല്ലേ? അതുപോലെ ഒരു മോളിക്യൂൾ ഓഫ് H2S2O8ന് 2 ഹൈഡ്രജൻ ആറ്റം, 2 സൾഫർ ആറ്റം, 8 ഓക്സിജൻ ആറ്റം. ഇതുവരെ ക്ലിയർ ആണോ? യെസ്. Now 1 mole of anything, നമ്മൾ നേരത്തെ പറഞ്ഞു 1 mole of box ആണ്, 1 mole of H2 ആണ്, 1 mole of ion ആണ്. എന്താണെങ്കിലും it equals to അവഗാഡ്രോ നമ്പർ ഓഫ് ആ സാധനം എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതുപോലെ നമ്മൾ താഴേക്ക് വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 5 moles of H2S2O8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? 5 into Na molecules of ആ സാധനം എന്താ? H2S2O8. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മോൾ Na 5 Na H2S2O8. ക്ലിയർ ആയോ? യെസ് മിസ്. ഓക്കെ. ഇനി ഒരു മോളിക്യൂൾ ആണ് എടുക്കുന്നെങ്കിൽ, ഒരു ഉറുമ്പാണ് എടുക്കുന്നെങ്കിൽ അതിന് 2 കാല്, 2 കൊമ്പ്, 2 കൈ. ഓക്കെ. അപ്പൊ ഇപ്പൊ എത്രയുണ്ട്? ഒരു പട തന്നെ ഉണ്ട്. 5 എണ്ണല്ല, 5 Na ഉണ്ട്. സോ ഹൗ മെനി ആറ്റംസ് ഡു യു ഹാവ്? 10 Na. ഇവിടെ അവിടെയും 10 Na. ലാസ്റ്റ് വൺ 40 Na. എല്ലാവർക്കും ക്ലിയർ ആയോ? സൂര്യ ഓക്കെ ആയോ? ആ മിസ്. Good. Try the next one. Next question. See, അവര് ചോദിച്ചിട്ടുള്ളത് ഇതാണ്. 3 molecules of സാധനങ്ങൾ തമ്മിലുള്ള മോൾ എന്താണ്, മോളിക്യൂൾസ് എന്താണ്, ഗ്രാം തരുമ്പോൾ എന്താണ് എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പലതും ചെയ്യുന്നത് കേട്ടോ. The question is 3 molecules of H2S2O8 ആണെങ്കിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? ട്രൈ. ശ്രീരാഗ് ഒന്ന് ട്രൈ ചെയ്തേ. നമുക്കില്ലേ ഏത് ക്വാണ്ടിറ്റി, ഇപ്പൊ വോളിയം ആയാലും അല്ലെങ്കിൽ മോളിക്യൂൾ എന്ത് വന്നാലും നമ്മൾ ആദ്യം മോളില് എന്നുള്ള ടേമിൽ കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കി ചെയ്ത് കറക്റ്റ്. വോളിയം തന്നാലും നമ്മൾ മോൾസിലേക്ക് കേട്ടില്ല. ഇച്ചിരി അർത്ഥം പറയോ? കേൾക്കുന്നില്ല. അതായത് ഈ വോളിയം തന്നാലും അതുപോലെ തന്നെ മോളിക്യൂൾസ് തന്നാലും നമ്മൾ ഫണ്ടമെന്റൽ മോളിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ പ്രോബ്ലം ചെയ്താൽ മതിയോ? അതിപ്പോ ചില കേസുകളിൽ എന്താന്ന് വെച്ചാൽ നമുക്ക് മോൾസിലേക്ക് മാറ്റേണ്ടി വരും. ഓക്കെ. ഇപ്പൊ ആദ്യത്തെ മാസ് തന്നു. ഓക്കെ, മാസ് തന്നു. അപ്പോ മാസിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ആറ്റംസ് കാണാൻ പറ്റില്ല. റിലേഷൻ എന്താണ്? റിലേഷൻ ഇങ്ങനെയാണ്. ആദ്യം മാസിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണാം.
നമ്പർ ഓഫ് മോൾസിൽ നിന്ന് നമുക്ക് മോളിക്യൂൾസിനെ കാണാം. മോളിക്യൂൾസിൽ നിന്ന് നമുക്ക് ആറ്റംസിന്റെ എണ്ണം കാണാം. ആറ്റംസിന്റെ എണ്ണം അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസിനെ കാണാം. ഓക്കെ, അപ്പൊ ഇവിടെ മാസ് തന്നതുകൊണ്ട് നമ്മൾ അതിനെ മോൾസ് ആക്കി, എന്നിട്ട് മോളിക്യൂൾ ആക്കി, എന്നിട്ട് ആറ്റംസ് ആക്കി. ഓക്കെ, പക്ഷേ അടുത്ത ക്വസ്റ്റ്യനില് കണ്ടോ, അടുത്ത ക്വസ്റ്റ്യനിൽ ദേ ഹാഡ് ഓൾറെഡി ഗിവൺ ദ മോൾസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, മോൾസിനെ പിന്നെ നമ്മൾ ബാക്കിലേക്ക് പോയിട്ട് മാസ് ആക്കിയില്ല. ദിസ് ഇസ് നോട്ട് റിക്വയർഡ്. നമുക്ക് താഴെയാണ് പോണ്ടത്. ക്ലിയർ ആണോ? എപ്പോഴും നമുക്ക് മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യണോന്ന് ചോദിച്ചാൽ വേണ്ടി വരില്ല. കാരണം നിങ്ങളുടെ അടുത്ത് പറയാണ് 1 ആറ്റം ഓഫ് എക്സിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 100 grams ആണ് പറഞ്ഞു എന്ന് വിചാരിക്കാം. നിങ്ങളുടെ അടുത്ത് അവര് ചോദിക്കും ലെറ്റ്സ് സേ ഒരു 398 ഓക്കെ എക്സ് ആറ്റംസ് ഉണ്ട് എന്നാണെങ്കിൽ വാട്ട് ഇസ് ദ മാസ് എന്ന് ചോദിക്കുക. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസിലൊന്നും നമ്മൾ മോൾസിലേക്ക് പോകണ്ട. ഇറ്റ്സ് ഇസ് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. ഒരു പേനയ്ക്ക് 10 എങ്കിൽ 5 പേനയ്ക്ക് 50 എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എങ്ങനെ മനസ്സിലാവാതെ മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ത്രൂ പ്രാക്ടീസ്. കേട്ടോ, 3-4 ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തറവാവും. നിങ്ങൾക്കത് മൾട്ടിപ്ലൈ ചെയ്യണോ, മോൾസ് കാണണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കേട്ടോ, നിങ്ങളിപ്പോ ഈ ക്വസ്റ്റ്യനില് 3 molecules of H2S2O8 എത്ര ആറ്റംസ് ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യണോ? ഇറ്റ്സ് നോട്ട് റിക്വയർഡ്. ഓക്കെ, 1 molecule എത്രയുണ്ടെന്ന് അറിയാം. സോ 3 molecules എത്രയാ ശ്രീരാഗെ പറഞ്ഞേ? ശ്രീരാഗ അവിടെ പോയി പറയൂ. ട്രൈ തെറ്റിക്കോട്ടെ, ഫൈൻ, ട്രൈ. ഇത് മാസ് കാണേണ്ട ആവശ്യമില്ല. അപ്പൊ എങ്ങനെ ചെയ്ത്? മാസ് കാണണ്ട, മാസിന്റെ ആവശ്യമില്ല. നമുക്ക് യു ഹാവ് 1 molecule, ഒരെണ്ണമാണ് ഉള്ളതെങ്കിൽ H2S2O8 ആണെങ്കിൽ അതിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അപ്പൊ 3 മോളിക്യൂൾ ഉണ്ടെങ്കിൽ എത്രയാ? ഒരെണ്ണാണെങ്കിൽ എത്രയാണെന്ന് കണ്ടാ മനസ്സിലാവും അല്ലെ? ഇപ്പൊ 3 എണ്ണാണെങ്കിൽ എത്രയാ? ട്രൈ. ഒരു ആനയ്ക്ക് 2 കൊമ്പ്, 3 ആനയ്ക്ക് 6. ഒരു മോളിക്യൂൾ ഓഫ് H2S2O8 2 ഹൈഡ്രജൻ. സോ 3 molecules of H2S2O8 6. Yes, 6 hydrogen atoms. പിന്നെയോ നെക്സ്റ്റ് വൺ 6 സൾഫർ, 32 അല്ല 24 ഓക്സിജൻ. Yes. Okay. All right. So one last question. മിസ് അപ്പൊ അതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് എഴുതുമ്പോ എങ്ങനെ എഴുതുക? ഇതാണ് ഫൈനൽ ആൻസർ. 6 ഹൈഡ്രജൻ, 6 സൾഫർ ആറ്റംസ്, 24 ഓക്സിജൻ ആറ്റംസ്. Na വരുന്നില്ല, വളരെ ചെറിയ വാല്യൂ ആണ്. Na വരാത്തോണ്ടാണോ ഡൗട്ട് വന്നത്? ഇതിൽ Na ഇല്ല കേട്ടോ, ഇത്രേ ഉള്ളൂ. ഇതാണ് ആൻസർ. Okay. So let's do one last problem. ഇത് നിങ്ങളുടെ ഹോംവർക്ക് ആണ്. എത്രാമത്തെയാ? 4ാമത്തെ. എത്രാമത്തെ ക്വസ്റ്റ്യനാ? Okay. Do this as your homework. This is a previous year question, P/Q. P/Q എന്ന് എഴുതുന്ന questions, ഞാൻ നക്ഷത്രം ഇടുന്ന questions, I put some questions as starred 1, ചിലതൊക്കെ ഇമ്പോർട്ടന്റ് എന്ന് എഴുതും. അതൊക്കെ നിങ്ങളും നിങ്ങളുടെ ബുക്കിൽ അങ്ങനെ എഴുതുക. കാരണം അവസാനം നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് this is what you have to do. You have to read these questions, retry these questions. Okay. So question ഇതാണ്. ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അവരെന്താ ചോദിക്കുന്നത് കേട്ടോ. Let's try. So the question is, which of the following section A
വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. Will contain same number of atoms as 20 grams of calcium. ഇതാണ് ചോദ്യം. ചോദ്യം ഇത്രയേ ഉള്ളൂ. ഓപ്ഷൻ എ 24 gram of magnesium. ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കരുത് കേട്ടോ. ഓപ്ഷൻ ബി 12 grams of carbon. Option C 8 grams of oxygen. Option D 16 grams of O. This is the question. Okay, question വായിക്കുക. വായിച്ചിട്ട് ഷാലിമ എനിക്ക് പറഞ്ഞു തന്നെ അവരെന്താ ചോദിക്കുന്നതെന്ന്. ഷാലിമ ഉണ്ടോ ഇവിടെ? ഷാലിമ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് അവരെന്താ ചോദിക്കുന്നേ? നമ്പർ ഓഫ് ആറ്റംസ് 20 gram of calcium. 20 grams of കാൽഷ്യത്തിന്റെ ആറ്റംസ് അതാണോ ചോദിക്കുന്നത്? ആറ്റംസിന് സെയിം നമ്പർ ആയിട്ടുള്ള ആറ്റംസ് ഇതിലേതാണ് ഏതാണെന്നാണ് അല്ലേ? ഓക്കെ, ഗുഡ്. സി വാട്ട് വി ഹാവ് ടു ഡു ഇസ് ആദ്യം ആറ്റംസ് കാണാൻ വേണ്ടിയിട്ട് വാട്ട് ഡു യു തിങ്ക്? ആറ്റംസ് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന സൈക്കിളിൽ ഏറ്റവും താഴെയുള്ളവനാണ് ആറ്റംസ് അല്ലെ? ആറ്റംസിനെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്താ? മാസ് ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പൊ വാട്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് യു വിൽ ഡു? ആദ്യ സ്റ്റെപ്പ് എന്താ? യു വിൽ കൺവേർട്ട് ഇറ്റ് ടു മോൾസ്. മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? യു ഷുഡ് നോ ദ മാസ് അല്ലെ? മാസ് എഴുതിയെടുത്തോളൂ. ഇതിന്റെ 40, ഇതിന്റെ 24, ഇതിന്റെ 12, this is 32 and this is 16. See, this won't be given for the exam. Keto. Examiner, this won't be given and you have to know this. All right. So now, നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരുടെയും നമ്പർ ഓഫ് മോൾസ് കാണുക. ഡു ദ ഹോംവർക്ക്. ആൻസർ കിട്ടുന്നുണ്ടെന്നാണെങ്കിൽ പോസ്റ്റ് ഇറ്റ് ഇൻ ദ ഗ്രൂപ്പ്. കിട്ടുന്നില്ല എന്നാണെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിക്കുക. നത്തിങ് റോങ്. കിട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഇറ്റ്സ് ഡേ 1 ക്ലാസ് 1. കംപ്ലീറ്റ്ലി ഫൈൻ കിട്ടിയില്ലെങ്കിലും കേട്ടോ. എന്താ ചെയ്യേണ്ടത്? 20 grams ഓഫ് കാൽഷ്യം എത്ര മോൾസ് ആണെന്ന് നോക്കുക. അത്രയും മോൾസിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് നോക്കുക. ഈ ചാർട്ട് തന്നെ നോക്കേണ്ടതുള്ളൂ. എത്ര മോൾസ് ഉണ്ടെന്ന് നോക്കുക, എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് നോക്കുക, എത്ര ആറ്റംസ് ഉണ്ടെന്ന് നോക്കുക. എല്ലാവരുടെയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാൽഷ്യത്തിന്റെയും അതുപോലെ ഈ താഴെയുള്ള 4 ഓപ്ഷൻസിന്റെയും. എന്നിട്ട് സെയിം വരുന്ന 2 എണ്ണം ഉണ്ടാവും. കാൽഷ്യത്തിന്റെ പോലെ തന്നെ വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇതില്. ദാറ്റ് ഇസ് എ ഫൈനൽ ആൻസർ. ഓക്കെ, try and let me know what the answer is. So we'll wind up the session today. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇല്ലെങ്കിൽ പിന്നെ വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഡൗട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ മെസ്സേജ് അയക്കാം. I'll get back to you. Okay, so do this as homework and if you get the answer, post it in the group. Okay, so see you till the okay, so see you until the next class. If you have any doubts, you can ask. Later we'll wind up the session. Ma'am, ഒന്നിൽ കൂടുതൽ ഇപ്പൊ തന്നെ ഓപ്ഷൻസിൽ ഒന്നിൽ കൂടുതൽ എണ്ണത്തിന് സെയിം കേൾക്കുന്നില്ലടാ, കുറച്ചുറക്കെ പറയോ. ഒന്നിൽ കൂടുതൽ ഇപ്പൊ തന്നിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതില് ഒന്നിൽ കൂടുതൽ എണ്ണത്തിന് ഒരേ നമ്പർ ഓഫ് ആറ്റംസ് വരും, സെയിം നമ്പർ ഓഫ് ആറ്റംസ് വരും. ഈ 4 എണ്ണത്തിനോ? വിച്ച് ഓഫ് എന്ന് പറയുമ്പോ ഏതെങ്കിലും 1 മാത്രമേ പറ്റുള്ളൂ എന്ന് അവിടെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അത് ദാറ്റ് ഈസ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ടൈപ്പ് ഉണ്ട്. MCQ ഉണ്ട്, MSQ ഉണ്ട്. MCQ എന്ന് വെച്ചാൽ ഓൺലി 1 ആൻസർ ഇസ് കറക്റ്റ്. MSQ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് മാച്ചിങ് ആയിട്ടുണ്ടാവും. സോ ദിസ് ഇസ് എൻ MCQ. ഇത് MCQ ആണ്. ഒരെണ്ണാണ് ശരി ഉത്തരമായിട്ടുള്ളൂ. ഒരെണ്ണത്തിന് മാത്രമാണ് കാൽഷ്യം 20 ഗ്രാംസിന്റെ അതേ മാസ് അതേ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളൂ. ഇവിടെ ഒരു ശരിയായിട്ടുള്ള ഉത്തരവേ ഉള്ളൂ. MSQ ആണെങ്കിൽ ഞാൻ എടുത്ത് പറയും ദാറ്റ് ഇസ് MSQ എന്നുള്ളത്. ഓക്കെ.
All right. Any other doubts? ഇല്ല. ഓക്കെ. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്യൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ ഒന്ന് നിങ്ങൾ കിട്ടുമ്പോ ഗ്രൂപ്പിൽ ഇടുക. ഐഷൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്നാണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. കിട്ടിയില്ല എന്നാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. വിൽ ഡിസ്കസ്. വിൽ ബിഗിൻ ദ നെക്സ്റ്റ് ക്ലാസ് ഫ്രം ദിസ് ടോപ്പിക്, ഫ്രം ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഓൾ റൈറ്റ്. താങ്ക് യു. Thank you, Surya.